നമസ്കാരം. പ്രധാന വാർത്തകൾ. ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. ചാവക്കാട് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം അയിനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18-ാം വാർഡ് മുൻ കൌൺസിലറായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരുമനയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. കുന്നംകുളം നഗരമധ്യത്തിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ബസ്സുകളിൽ ഉണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. തൃശൂർ റോഡിൽ ഇന്ന് പുലർച്ചെ 2:30ഓടെയാണ് അപകടം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. ശക്തമായ ഇടിമിന്നലിൽ ചാവക്കാട് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം അയിനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18-ാം വാർഡ് മുൻ കൌൺസിലറായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഇടിമിന്നലിൽ മുറിയിലെ മേൽക്കൂര തകർന്ന സിമന്റ് കഷ്ണങ്ങൾ ഇവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി മീറ്റർ ബോർഡ് പൊട്ടിത്തെറിച്ചു. വീടിന് മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും വീടിന്റെ മുകളിലെ വാർപ്പും തകർന്നിട്ടുണ്ട്. സമീപത്തുള്ള വീടിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലിൽ ഒരുമനയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. ഒരുമനയൂർ കഴുത്താക്കലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ കത്തിനശിച്ചത്. പുലർച്ചെ 3:30-നാണ് സംഭവം. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സ്പാർക്ക് അടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തിനശിച്ചു. വലിയ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് റെസ്റ്റോറന്റ് കത്തുന്നത് കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വാർഡ് മെമ്പർ നഷ്ട്രയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഏകദേശം 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ പറഞ്ഞു. നമ്മൾ പുലർച്ചെ 5 മണിക്കാണ് വിളിച്ച് പറയണത്. പിന്നെ ഇത് ഈ പോസ്റ്റില്ല, ഇതൊക്കെ നമുക്ക് കെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ് അവരോട്. ഈ ലൈൻ കമ്പിയൊക്കെ അത് കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ കെട്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ആ ലൈനിൽ നിന്ന് ആ പോസ്റ്റിൽ നിന്നാണ് സ്പാർക്ക് വന്നത്. അവിടെ ഒന്നും ഈ കണക്ഷൻ ഇട്ടിട്ടില്ല. അവർ ഇവിടെ അടുത്ത് ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനുള്ളത് ജോയിൻ്റ് ഇട്ടിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ട് ഫ്രണ്ട് സൈഡാണ് കത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് തരിശായിട്ടാണ് കിട്ടിയത്. അത് നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. 10-25 ലക്ഷം റുപ്യ അടുത്തായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് മണ്ണടിച്ച് തൂർത്ത് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു ചെളിക്കൊണ്ടിരുന്നു. അപ്പം കെട്ടുണ്ടാക്കിയതാണ്, ഇത് വെച്ചുണ്ടാക്കിയതാണ് കെട്ടി. കുന്നംകുളം നഗരമധ്യത്തിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. തൃശൂർ റോഡിൽ ഇന്ന് പുലർച്ചെ 2:30ഓടെയാണ് അപകടമുണ്ടായത്. ബസ്സുകളിൽ ഉണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പട്ടാമ്പി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ്സും തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന മറ്റൊരു കെഎസ്ആർടിസി ബസ്സുമാണ് കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നും വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. കുന്നംകുളം, നന്മ, ട്രാഫിക്, അർബൻ ബാങ്ക് എന്നീ സംഘടനകളുടെ ആംബുലൻസുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. 15 പേരെയും ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുലർച്ചെയായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങൾ കുറവായത് അപകട സാധ്യത ഒഴിവാക്കി. കുന്നംകുളം പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം തടഞ്ഞ് ബിജെപി പ്രവർത്തകർ. പോർക്കുളം പഞ്ചായത്തിലെ പാറേമ്പാടം അഗതിയൂർ റോഡ് ടെൻഡർ വർഷത്തിലധികമായിട്ടും പണി തുടങ്ങാത്തതിനെ തുടർന്ന് കരാറുകാരന്റെ കല്ലഴിക്കുന്നിലെ ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനമാണ് ബിജെപി പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. കരാറുകാരനെ വിളിച്ചുവരുത്തി മെയ് 4-ാം തീയതി പണി തുടങ്ങുമെന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. ബിജെപി കുന്നംകുളം മണ്ഡലം ട്രഷറർ വിഗീഷ്, പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ വിനോദ് കുമാർ, സദാനന്ദൻ, സോമൻ അക്കിക്കാവ്, സുജിത് അഗതിയൂർ, സുധീർ പോർക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി.
വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന ഇരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ കുണ്ടന്നൂർ പാടശേഖരത്തിലുള്ള ഒറ്റമുറി കെട്ടിടത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽ ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ്. ഇതിനുള്ളിൽ എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. മുമ്പ് കുണ്ടന്നൂർ പാടശേഖരത്തിലുണ്ടായിരുന്ന വെടിക്കെട്ട് ശാല പൊട്ടിത്തെറിച്ച് ഒരു തൊഴിലാളി മരിക്കുകയും മേഖലയിലെ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ജനലകളും വാതിലുകളും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകിട് പൊടിയായി. പള്ളിയുടെ ഷീറ്റ് മേഞ്ഞത് കംപ്ലീറ്റ് തരിപ്പണായി. സ്കൂളിൻ്റെ ജനാലകളും മുഴുവൻ തകർന്നു. എന്നിട്ടും അവർ ഈ റെയ്ഡ് ചെയ്ത് ഇയാളുടെ സാധനങ്ങൾ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകളെല്ലാം റെയ്ഡ് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ട് വീണ്ടും ആ വെടിക്കെട്ട് പെരയിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത നാട്ടുകാർക്ക് മുന്നിലാണ് അധികൃതർ കരിമരുന്നു ശേഖരം മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്നു ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അയാൾ എന്ത് വേണേലും ചെയ്തോട്ടെ, നമ്മുടെ ജനസാന്ദ്രത കൂടിയ സ്ഥലത്തുനിന്ന് ഈ സാധനം കൊടുത്ത് മാറ്റം ഞങ്ങൾക്കിത് പേടിച്ചിട്ടായിരിക്കണം. നിർവീര്യാക്കി വെച്ച സാധനമാണ് വടക്കേ മലബാറിൽ എവിടെയോ പൊട്ടിത്തെറിച്ചത്, മണ്ണിൻ്റെ അടിയിൽ കിടന്നത്. ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റും വേണം, ആ കെട്ടിടം ഇവിടുന്ന് പൊളിച്ച് മാറ്റും വേണം. കൃഷിപ്പാടത്തിൻ്റെ നടുക്കലാണ് നിൽക്കണം. ഈ കൃഷിപ്പാടം എന്ന് പറയുമ്പോൾ ഒരു ഓരം ചേർത്തിട്ടുള്ള കൃഷിയാണ്. ഒരു 10 വറ കണ്ടത്തിന് വീതിയുള്ളൂ. ഗുരുവായൂർ പാലുവായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം റോഡരികിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുലർച്ചെയായിരുന്നു സംഭവം. പ്രദേശത്ത് മുള്ളൻ പന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. സമീപകാലങ്ങളായി വന്യജീവികൾ മനുഷ്യവാസ മേഖലകളിലേക്ക് വ്യാപകമായി കടന്നുവരുന്നതും ആശങ്കയുണർത്തുന്നതായി നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. വന്യജീവികളെ സംരക്ഷിക്കുകയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് 10ാം വാർഡ് കൌൺസിലർ മെഹറൂഫ് ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കടങ്ങോട് വെസ്റ്റ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ SKSBVയുടെ നേതൃത്വത്തിൽ കരുതിവെക്കാം ജീവന്റെ തുള്ളികൾ നാളേക്കായി എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ മദ്രസാ തല ഉദ്ഘാടനം നടത്തി. കടങ്ങോട് വെസ്റ്റ് മൂക്കിലെ പീടികയിൽ നടന്ന പരിപാടി മഹല്ല് ഖത്തീബ് ബഷീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മഹൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS സലാം അധ്യക്ഷനായി. SKSBV റേഞ്ച് കൺവീനർ യഹ്യ ഫൈസി മുഖ്യാതിഥിയായി. KB മുഹമ്മദ് കുട്ടി, NA അബൂബക്കർ, VM അബൂബക്കർ, NA മുഹമ്മദ് അലി, മുഹമ്മദ് ഹക്കീം, അജ്മൽ എന്നിവർ സംസാരിച്ചു. മന്നലാംകുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കലും തണ്ണീർക്കുട സമർപ്പണവും നടത്തി. സമസ്ത പൊതുപരീക്ഷയിൽ അണ്ടത്തോട് റേഞ്ച് തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ടോപ്പ് പ്ലസ് കരസ്ഥമാക്കിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി റന ഫാത്തിമ അബൂബക്കറിനെയും ഡിസ്റ്റിങ്ഷൻ നേടിയ മറ്റ് വിദ്യാർത്ഥികളെയും ഉസ്താദ് നിസാർ ദാരിമിയെയുമാണ് ആദരിച്ചത്. SKSBV നിർദ്ദേശപ്രകാരമുള്ള തണ്ണീർക്കുടം സമർപ്പണവും ഉണ്ടായി. വടക്കേക്കാട് CI PP ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മദ്രസ വൈസ് പ്രസിഡന്റ് ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. മന്നലാംകുന്ന് മഹല്ല് ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് മൻസൂർ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. അണ്ടത്തോട് റേഞ്ച് ജനറൽ സെക്രട്ടറി ഉസ്താദ് സ്വാലി ഫൈസി, മദ്രസ ജനറൽ സെക്രട്ടറി അബു കണ്ണാണത്ത്, അക്കാദമിക് കോർഡിനേറ്റർ MP ഇക്ബാൽ മാസ്റ്റർ, ട്രഷറർ അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. അവധിക്കാലം ആഘോഷിക്കാൻ പഞ്ചായത്തിലാകമാനം പന്തുകൾ. പന്ത് വണ്ടിയുമായി കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സജീവം. അവധിക്കാലം ആഘോഷിക്കുന്ന പഞ്ചായത്തിലെ കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ പഞ്ചായത്തിലെ 100ഓളം വരുന്ന ക്ലബ്ബുകളിലെ ഫുട്ബോൾ പ്രേമികൾക്ക് 100 ഫുട്ബോളുകൾ നൽകുന്ന ചടങ്ങിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ പന്തുവണ്ടിയുടെ ഉദ്ഘാടനം കാട്ടകാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികളായ NK ചന്ദ്രാവതി, സന്തോഷ് കൊളത്തേരി, സ്വീറ്റി ഷാജു, ജിൻസി സജു, മോനിഷ രജീഷ്, അഞ്ജു സുധീഷ്, PM അലി, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിബു എന്നിവർ വിവിധ വാർഡുകളിൽ പന്ത് വിതരണത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും എത്തുന്ന പന്തുവണ്ടിയിൽ നിന്നും വാർഡുകളിലെ വിവിധ ടീമുകൾക്കാണ് പന്തുകൾ നൽകുന്നത്.
തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം ക്ലബ്ബുകളിലൂടെ 1000-ലധികം വരുന്ന കുട്ടികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ പറഞ്ഞു. പഞ്ചായത്തിനകത്തുള്ള സ്പോൺസർമാരെ കണ്ടെത്തിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തതെന്നും ആദ്യമായാണ് അവധിക്കാലത്ത് ഒരു പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് ഇത്രയധികം പന്തുകൾ വിതരണം ചെയ്യാൻ മുന്നോട്ട് വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് അഞ്ചേരി സെന്റ് മേരീസ് പള്ളി പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ പ്രകാശ് പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സഹകാർമ്മികനായി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രസിദ്ധി വാഴ്ചയ്ക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെച്ചു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പും വളയും ആശീർവദിച്ചു നൽകി. കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, തിരുനാൾ ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ജോയിന്റ് കൺവീനർമാരായ ജോർജ് പോൾ നീലങ്കാവിൽ, ടി കെ ജോഷി മോഹൻ, സെബു തരകൻ, ചീരൻ ലാൻസൺ, വെള്ളറ ജോസ് എന്നിവർ നേതൃത്വം നൽകി. മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി, കൊച്ചി, ഭദ്രാസന ബാലസമാജങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പൈതൃകം തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി അംഗങ്ങൾ ചരിത്രപ്രസിദ്ധമായ ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളി സന്ദർശിച്ചു. കുന്നംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങൾ പരിചയപ്പെടുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. 100ഓളം ബാലസമാജം അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത്. പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ്, ട്രസ്റ്റി കെ വി ജോർജ് റെജി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡെന്നിസ് മങ്ങാട്, CJ റോജോ എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. പള്ളിയുടെ ചരിത്രപരമായ പ്രത്യേകതകളെക്കുറിച്ച് വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് വിശദീകരിച്ചു. പള്ളി ചരിത്രം രേഖപ്പെടുത്തിയ ലഘുലേഖകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. ബാലസമാജം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ബിനിൽ വർഗീസ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രസാദ് ചീരൻ, ട്രസ്റ്റി കെ വി റിജി, ഭദ്രാസന കൌൺസിൽ അംഗം ഫാദർ കെ വർഗീസ്, ഫാദർ എൽദോ, ഡോക്ടർ പ്രസാദ് ചീരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ കുടുംബ സംഗമവും സമാദരണ സദസ്സും നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ മുഖ്യാതിഥിയായി. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മൌനയോഗി ഹരിനാരായണൻ, മാധ്യമപ്രവർത്തകരായ VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ജയശ്രീ രവികുമാർ, കലാപ്രതിഭ സിന്ധു ചാത്തനാത്ത് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കോർഡിനേറ്റർ രവി ചങ്കത്ത്, PRO ബാലൻ വാറനാട്ട്, ശശി കേനാടത്ത്, നിർമ്മല നായ്ക്കത്ത്, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് ബ്രദറൻ സഭയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമാപിച്ചു. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയായിരുന്നു VBS. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ പെങ്ങാമുക്ക് ബ്രദറൻ സഭാ ഹാളിലായിരുന്നു വെക്കേഷൻ ബൈബിൾ സ്കൂൾ സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9-ന് ബ്രദർ KC ജോയ്മോൻ ഉദ്ഘാടനം ചെയ്ത അവധിക്കാല ബൈബിൾ ക്ലാസിൽ ബ്രദർ CI ബേബി, എബ്രഹാം ബേബി, ഹെബി, KC ജോയ് എന്നിവരാണ് വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. സമാപന യോഗത്തിൽ CI ബേബി അധ്യക്ഷനായി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കുമായി സ്കൂൾ ബാഗ്, കുട എന്നിവ സമ്മാനമായി വിതരണം ചെയ്തു. വിവിധ മത്സര വിജയികൾക്കും വിവിധ സേവനം അനുഷ്ഠിച്ചവർക്കും സൈമൺ സണ്ണി, ടോണി PS, ജോസ് മാസ്റ്റർ, സാം വെമ്പുഴ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. KC ജോയ് സ്വാഗതവും KV ഹെബി നന്ദിയും പറഞ്ഞു. CC സാം പ്രാരംഭ പ്രാർത്ഥനയും KC ജോയ്മോൻ സമാപന പ്രാർത്ഥനയും നടത്തി. മുഖ്യാതിഥിയും ക്യാമ്പ് കോർഡിനേറ്ററുമായ സാം വെമ്പുഴ സന്ദേശം നൽകി. കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ സമാപന യോഗത്തിന് മാറ്റിയേക്കി. 4 വയസ്സ് മുതൽ 17 വയസ്സുവരെയുള്ള 73 കുട്ടികളാണ് VBSൽ പങ്കെടുത്തത്. 4 ഗ്രൂപ്പായി തരംതിരിച്ച് നടത്തിയ ക്ലാസുകൾക്ക് 15ഓളം വേദ അധ്യാപകർ നേതൃത്വം നൽകി. സംഗീത പഠനം, മിഷണറി സ്റ്റോറി, വേദപഠനം, ഗെയിംസ്, കളറിംഗ് മത്സരം എന്നിവ ആകർഷകമായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിന്റെ നട്ടെല്ലായ INTUC സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ശബ്ദമുയർത്തിയ ഒരേയൊരു തൊഴിലാളി പ്രസ്ഥാനമാണെന്ന് മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം പറഞ്ഞു. INTUC തൃത്താല റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃത്താലയിൽ നടത്തിയ മേദിന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VT ബൽറാം. INTUC തൃത്താല റീജിയണൽ പ്രസിഡന്റ് TP മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, UDF നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ PV മുഹമ്മദ് അലി, K ബാബുനാസർ, P മാധവദാസ്, P ബാലൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂർ 9-ാം വാർഡ് വെങ്ങിലശ്ശേരിയിൽ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒലക്കേങ്കിൽ ആനമുട്ടി ഷീല ബെനഡിക്റ്റിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചായ്പിലാണ് പാമ്പിനെ കണ്ടത്. നായ കുരയ്ക്കുന്നത് കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പാമ്പിനെ ശ്രദ്ധയിൽപ്പെട്ടത്. വാർഡ് മെമ്പർ ബദുൽ സൈമന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് അംഗം അഷ്റഫ് പഴവൂർ എത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തിനിർഭരമായി. വിശുദ്ധ യൗസേപിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിച്ചത്. തിരുനാൾ തലേദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, അമ്പവള, കിരീടം, വെഞ്ചിരിപ്പ്, വൈകിട്ട് 6:30 വേസ്പര, പ്രസിദ്ധേന്തി വാഴ്ച, കൂട് തുറക്കൽ ശുശ്രൂഷ തുടങ്ങിയ തിരുകർമ്മങ്ങളുണ്ടായി. തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് 10 നടന്ന ആഘോഷപൂർവമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ തോമസ് പൂപ്പാടി തിരുനാൾ വചന സന്ദേശം നൽകി. ഫാദർ പ്രിൻസ് പിണ്ടിയാൻ സഹകാർമ്മികനായി. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഫാൻസി വെടിക്കെട്ട്, തൃശൂർ 7 ബീറ്റ്സിന്റെ ഗാനമേള എന്നിവ ഉണ്ടായി. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ജോയ് ചിറ്റ്ലപ്പിള്ളി, കൈക്കാരന്മാരായ ആളൂർ വർഗീസ് ബാബു, മുരിങ്ങത്തേരി ലാസർ സണ്ണി, മുരിങ്ങത്തേരി ലാസർ ലിയോൺ, ജനറൽ കൺവീനർ മുരിങ്ങത്തേരി ഫ്രാൻസിസ് ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി INTUC യൂണിയന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷത വഹിച്ചു. 4 പതിറ്റാണ്ടായി തൊഴിലാളികളുടെ നേതാവായി പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസിയുടെ 90ാമത് ജന്മദിനാഘോഷവും ചടങ്ങിൽ സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി MC ഐജു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, MM സിറാജ്, KV രാജീവ്, TM വിൻസൻ, NM ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TK ദേവസി, വൈസ് പ്രസിഡന്റ് PS സുനീഷ്, ജനറൽ സെക്രട്ടറി MC ഐജു, ജോയിന്റ് സെക്രട്ടറി MM സിറാജ്, യൂണിറ്റ് ലീഡർമാർ OK വിനോദ്, ET ഫിലിപ്പ്, MS ബഷീർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. വെള്ളത്തേരി ക്ലബ്ബ് 48 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അഖില കേരള ഫൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, വാർഡ് മെമ്പർ PA അശോകൻ, അക്ബർ അലി, ബേബി സദാനന്ദൻ, അഷ്റഫ്, ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് സിനാൻ, സെക്രട്ടറി നിവേദ് കൃഷ്ണ, മറ്റ് ഭാരവാഹികളും ടൂർണമെന്റിന് നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. വാണിജ്യ പാചകവാതകത്തിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി നടത്തിയ ധർണ DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. VY മുഹമ്മദ് അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വിഷയകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈനി ടീച്ചർ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മരത്തംകോട് വെള്ളിത്തിരുത്തി പഴുതാന റോഡിൽ വൈദ്യുതി ലൈനിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. നാട്ടുകാർ അടിയന്തരമായി ഇടപെട്ട് KSEB അധികൃതരെ അറിയിച്ചും റോഡിലൂടെ എത്തിയ വാഹനങ്ങൾ തടഞ്ഞും വലിയ അപകടം ഒഴിവാക്കി. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്കാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പ്ലാവിന്റെ കൊമ്പ് പൊട്ടിവീണത്. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. വേനൽ ചൂടിൽ വഴിയാത്രികർക്ക് കുടിനീരുമായി DYFI കണ്ടാണിശ്ശേരി മേഖലാ കമ്മിറ്റി. മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടാണിശ്ശേരി സെന്ററിൽ ദാഹജല പന്തൽ ഒരുക്കിയാണ് യാത്രികർക്ക് കുടിനീർ വിതരണം ആരംഭിച്ചത്. ദാഹജല പന്തലിന്റെ ഉദ്ഘാടനം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി കീർത്തി സജീഷ് അധ്യക്ഷനായി. CPIM കണ്ടാണിശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം AN സജീവൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് ട്രഷറർ ഗോപകുമാർ, കണ്ടാണിശ്ശേരി മേഖലാ പ്രസിഡന്റ് VA അരുൺ, മേഖലാ ട്രഷറർ റിനീഷ് രാഗേഷ് എന്നിവർ സംസാരിച്ചു. 23 വർഷത്തെ സേവനത്തിന് ശേഷം പറപ്പൂർ KSEB സെക്ഷൻ ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന ഓവർസിയർ CD ജെയ്സന് യാത്രയപ്പ് നൽകി. KSEB ഓഫീസിൽ നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിസി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രദീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരേഷ്, SS സിത്താര മോഹൻ, സബ് എഞ്ചിനീയർമാരായ ആന്റോ, മണികണ്ഠൻ, സന്ദീപ്, ഓവർസിയർമാരായ വർഗീസ്, ബിനീഷ്, സുബ്രഹ്മണ്യൻ, മറ്റ് ജീവനക്കാരും സംസാരിച്ചു. ജീവനക്കാരുടെ നേതൃത്വത്തിൽ സ്നേഹോപഹാരം സമ്മാനിച്ചു. CD ജെയ്സൺ മറുപടി പ്രസംഗം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം എരുമപ്പെട്ടി പാഴിയോട്ടുമുറി പനയ്ക്കൽ പാപ്പച്ചൻ ഭാര്യ എമിലി നിര്യാതയായി 66 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. ചാവക്കാട് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം അയിനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18-ാം വാർഡ് മുൻ കൌൺസിലറായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരുമനയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ബസ്സുകളിൽ ഉണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. തൃശൂർ റോഡിൽ ഇന്ന് പുലർച്ചെ 2:30യോടെയായിരുന്നു അപകടം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.